ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തനി നാടൻ രുചിയിലുള്ള കള്ളപ്പവും കോഴിക്കറിയുമാണ്. കള്ള് ചേർക്കാത്ത കള്ളപ്പമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കള്ളപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ആവശ്യമായ 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1/4 കപ്പ് അവല് നന്നായി കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും, അവലിന് പകരം ചോറും ചേർക്കാം. 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ ഇതിൽ നിന്ന് കുറച്ച് പച്ചരി അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ അരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പച്ചരി നമുക്ക് അരച്ചെടുക്കാം. ഇനി ഈ പച്ചരിയിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇത് മാവ് പുളിച്ചു വരാൻ കള്ളിന് പകരമാണിത് ചേർക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഇത് അരക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത്. എനിക്കിവിടെ 1.25 കപ്പ് വെള്ളമാണ് ഇത് മുഴുവൻ അരച്ചെടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായി വെക്കാം. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി കൂടി തയ്യാറാക്കാം. അതിനായിട്ട് ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്, 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ മൂപ്പിച്ചെടുത്ത മസാലപ്പൊടികളും, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതും ചിക്കനും, ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1 പിഞ്ച് ഉലുവ, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ച് ചിക്കൻ കറിയിലേക്ക് ചേർത്താൽ നമ്മുടെ ഈസി ചിക്കൻ കറി റെഡി. ഇനി നമുക്ക് കള്ളപ്പം ചുട്ടെടുക്കാം. അപ്പോൾ മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു 5 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അപ്പം ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് ഒരു തവി മാവൊഴിച്ചു കൊടുക്കാം. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്നുള്ള ഒരു ചിക്കൻ കറി നമ്മുടെ കള്ളപ്പവും തയ്യാറായിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു ഡിഷാണ്.
നല്ല എരിവുള്ള കോഴിക്കറിയും അതിൻ്റെ കുറുകിയ ചാറും നല്ല സോഫ്റ്റ് കള്ളപ്പവും കൊതിയൂറുന്ന രുചി തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.